ഒന്നാമത്തെ ലഹരി ഒരു ലഹരിയാണ്. നിങ്ങൾ ലഹരി ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാർ ഒന്നടങ്കം പറയും, ഇല്ല, ഞങ്ങൾ ക്രിസ്തുവിന്റെ മണവാട്ടി, ലഹരി ഞങ്ങൾ ഉപയോഗിക്കാറില്ല. കഞ്ചാവ്, കാശിഷ്, പട്ടച്ചാരായം ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരു ലഹരിയാണ്. കഞ്ചാവ്, കാശിഷ്, പട്ടച്ചാരായം ഇതെല്ലാം നമ്മൾ ജാതികൾക്ക് കൊടുത്തിരിക്കുന്ന ലഹരിയാണ്. എന്നാൽ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി, പെന്തക്കോസ്തർ ഉപയോഗിക്കുന്ന ചില ലഹരി ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. ഓരോന്നായി കേൾക്കാം. രണ്ടാമത്തെ ലഹരി പ്രേമം ഒരു ലഹരിയാണ്. മൂന്നാമത്തെ ലഹരി മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ്. നാലാമത്തെ ലഹരി പണം ഒരു ലഹരിയാണ്. ഇത് നാലും ലഹരിയാണ്. പണം, പ്രേമം, മൊബൈൽ ഫോൺ ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ അകപ്പെട്ട വ്യക്തിയാണോ? ഇല്ല എന്ന് പറയാൻ ഇച്ചിരി പ്രയാസപ്പെടേണ്ടി വരും. ഒന്നുമല്ലെങ്കിലും 4 മണിയാകുമ്പോൾ കട്ടൻ കാപ്പി കിട്ടിയില്ലെങ്കിൽ തല പൊട്ടിപ്പോകുന്നെന്ന് പറഞ്ഞ് കാപ്പി അന്വേഷിക്കുന്ന പെന്തക്കോസ്തുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതും ഒരു അഡിക്ഷൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു പൈശാചിക ശക്തി. ഒരാളും അറിഞ്ഞുകൊണ്ട് പോകുന്നതല്ല, അറിയാതെ പോകുന്നതാണ്. നമ്മൾ ഇന്ന് രാവിലെ ചെയ്യാൻ പോകുന്നത് അവരെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരാൻ തുടങ്ങുക. അതിന് നമ്മുടെ അകത്തൊരു അഭിഷേകമുണ്ട്. അതിന് നമ്മുടെ അകത്തൊരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഏത് എക്സ്റ്റൻഡിനകത്ത് പോയാലും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. വചനം പറയുന്നു, നിങ്ങൾ ഏതിനോട് തോൽക്കുന്നുവോ അതിന് നിങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വിടുതലിന്റെ ഒന്നാമത്തെ ലക്ഷണം ഏതിൽ നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അത് സമ്മതിക്കുക എന്നുള്ളത് തന്നെയാണ്. മനസ്സിലാക്കുക, ദൈവത്തിന്റെ ഒരു കാര്യവും അസാധ്യമല്ലല്ലോ.